പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 34 അധ്യായം 18 വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ ഹൃദയം നുറുങ്ങുവാൻ നമ്മുടെ ജീവിതത്തിൽ അനേകം കാരണങ്ങളുണ്ട്. പരാജയങ്ങൾ, നിരാശകൾ, പ്രതീക്ഷകൾ തകരുന്ന സാഹചര്യങ്ങൾ. എന്നാൽ പലപ്പോഴും ഹൃദയം ഏറ്റവും ആഴത്തിൽ മുറിവേൽക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളാലാണ്. ചില വാക്കുകൾ വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അവ നമ്മുടെ ശരീരത്തെ അല്ല, ഹൃദയത്തെയാണ് മുറിവേൽപ്പിക്കുന്നത്. അത് ഉണങ്ങാത്ത മുറിവുകളായി മരണത്തോളം ഹൃദയത്തിനുള്ളിൽ അവശേഷിക്കാറുണ്ട്. ഇന്നത്തെ ഈ വചനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മുറിവുകളെയും ദൈവത്തിന്റെ ശക്തിയാൽ, അവന്റെ കൃപയാൽ സൗഖ്യമാക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഹൃദയം തകർന്നിരിക്കുന്നത് കാണുവാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല. ഓരോ കൂരയുടെ കീഴിൽ കിടക്കുന്നവർക്ക് പോലും മറ്റുള്ളവരുടെ ഹൃദയവേദന മനസ്സിലാക്കുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിലെ നിശബ്ദമായ കരച്ചിലുകളും നിലവുകളും ദൂരെ നിന്ന് പോലും അറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്നതാണ് നമ്മുടെ ഉറപ്പും ബലവും. മിക്കപ്പോഴും നമ്മുടെ വേദനകളിൽ അടുത്തു നിൽക്കേണ്ടവർ അകന്നു പോകും. പക്ഷേ ഹൃദയം നുറുങ്ങുമ്പോൾ കർത്താവ് നമ്മോട് കൂടുതൽ സമീപസ്ഥനാകുന്നു. വേദനയിൽ നമ്മെ വിട്ടു പോകുന്നവർ അനേകർ ഉണ്ടായേക്കാം. എന്നാൽ ഹൃദയം തകരുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവം ഒരിക്കലും നമ്മെ വിട്ടുപോകുന്നില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും വേദന കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നുറുങ്ങിയിരിക്കുന്നുവെങ്കിൽ, വേദനപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഈ വചനത്തിലൂടെ പകരപ്പെടുന്ന ദൈവത്തിന്റെ കൃപ അവിടെയൊക്കെയും സൗഖ്യമായി സമാധാനമായി വ്യാപരിക്കട്ടെ. അതിനായി ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ മക്കളുടെ ഹൃദയങ്ങളെയും ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താലുള്ള വിടുതലുകളെ ഓരോരുത്തരുടെ മേൽ പകർന്നു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.